ഇനി കപ്പാസിറ്റി പ്ലാനിങ് മെത്തേഡ്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് ഓരോ വേരിയേഷൻ ഉണ്ട്, ഓരോ ഇൻഡസ്ട്രി അനുസരിച്ചിട്ടും കമ്പനി അനുസരിച്ചിട്ടും മാനുഫാക്ചറിങ് ആണോ സർവീസ് ആണോ എന്നുള്ളതനുസരിച്ചിട്ടൊക്കെ കപ്പാസിറ്റി പ്ലാനിങ് മെത്തേഡിൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ പൊതുവിൽ യു ഹാവ് ലോങ് ടേം പ്ലാനിങ്, മീഡിയം ടേം പ്ലാനിങ്, ഷോർട്ട് ടേം ഡേ ടു ഡേ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇപ്പോൾ ലോങ് ടേം വ്യൂ ഓഫ് കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ മന്ത് തൊട്ട് ഇയർ വരെയാണ്. അപ്പോൾ ഓപ്പറേഷണൽ കപ്പാസിറ്റി ഓവറോൾ ആസ്പെക്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ പ്രൊഡക്ഷൻ സൈറ്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ വെയർ ഹൗസ്, പ്രൊഡക്ഷൻ ലൈന്, മെഷീനറി, കമ്പ്യൂട്ടർ അപ്ഗ്രേഡ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് ലോങ് ടേം ഫ്രം മന്ത്സ് ടു ഇയേഴ്സ് പ്ലാനിങ് നടത്തുന്നതിനെയാണ് ലോങ് ടേം പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി മീഡിയം ടേം പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലാനിങ് ഓഫ് ഫോർക്കിംഗ് ഓഫ് ഡിമാൻഡ് ആൻഡ് ഷെഡ്യൂളിംഗ് അവൈലബിൾ കപ്പാസിറ്റി ടു ബെസ്റ്റ് മീറ്റ് ഓർ ബാലൻസ് ദ ഡിമാൻഡ്. അതായത് നമ്മൾ ഒരു മീഡിയം ടേമിലേക്കാണ് ഇപ്പോൾ ഉള്ള ഡിമാൻഡ് അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് അതനുസരിച്ചിട്ട് അവൈലബിൾ കപ്പാസിറ്റീനെ ഷെഡ്യൂൾ ചെയ്യുന്നു. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ അനദർ ടൈപ്പ് ഓഫ് കപ്പാസിറ്റി പ്ലാനിങ് ആണ്. പിന്നെയുള്ളത് ഷോർട്ട് ടേം ഡേ ടു ഡേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അത് ടോട്ടൽ കപ്പാസിറ്റി ഓഫ് എൻ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഡിമാൻഡിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി മാത്രമാണ്. പക്ഷേ ആക്ച്വൽ ഓപ്പറേഷൻ്റെ സമയത്ത് ചില അൺഫോർസീൻ കണ്ടീജൻസീസ് മേ ഒക്കെ, അത് ചിലപ്പോൾ അവർ ഡേ ഓർ വീക്കിൻ്റെ ആയിരിക്കും. ലോക്കൽ സ്റ്റാഫ് എന്താ പറയുക, അവർക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ടോ മേ ബി എക്സ്പെർട്ടൈസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ചില സ്ലാക്ക് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു സ്ലോ ഡൗൺ സംഭവിക്കാം, ലോക്കലി ഐഡൻറ്റിഫൈഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തേണ്ടി വരാം. അപ്പോൾ ഒരു അപ്സെറ്റിംഗ് അഗ്രിഗേറ്റ് പ്ലാനിൻ്റെ അപ്സെറ്റ് ലോക്കലി ഐഡൻറ്റിഫൈഡ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണ്ടി വരാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഷോർട്ട് ടേം ഡേ ടു ഡേ അഡ്ജസ്റ്റ്മെൻറ്റ്സും കപ്പാസിറ്റി, നമ്മളൊരു ലോങ് ടേം പ്ലാൻ ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു തരത്തിലുള്ള കോംപ്രമൈസും നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഡേ ടു ഡേ ഓപ്പറേഷൻ്റെ ബേസിലും ഇമീഡിയറ്റ് എന്താ പറയുക ഡിമാൻഡ് കപ്പാസിറ്റി മാച്ചിങ് ഇതിനെല്ലാം നടക്കേണ്ടി വരും. So you have long term planning, you have medium term planning and you have short term day to day adjustments. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കപ്പാസിറ്റി പ്ലാനിങ് മെത്തേഡ്സിൽ വരും. ഇനി നെക്സ്റ്റ് ആണ് കപ്പാസിറ്റി ആൻഡ് ബോട്ടിൽ നെക്സ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എ ബോട്ടിൽ നെക്ക് എന്ന് ആദ്യം നോക്കാം. എ ബോട്ടിൽ നെക്ക് ഇസ് ഡിഫൈൻഡ് ആസ് എ റിസോഴ്സ് വിച്ച് ഹാസ് എ ഡിമാൻഡ് റിക്വയർമെൻറ്റ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് കപ്പാസിറ്റി and which limits the output capacity of the complete system. അതായത് ആ പേര് പറയുന്ന പോലെ തന്നെ ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞാൽ ഒരു തടസ്സമാണ്. അത് ഒരു റിസോഴ്സാണ്, ഒരു റിസോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു തടസ്സമാണ്. അതിന് ആ ഒരു പെർട്ടിക്കുലർ റിസോഴ്സിന് ഡിമാൻഡ് റിക്വയർമെൻറ്റ് അതിൻ്റെ അവൈലബിലിറ്റീനേക്കാളും കപ്പാസിറ്റീനെക്കാട്ടിലും കൂടുതലായിട്ട് ഡിമാൻഡ് റിക്വയർമെൻറ്റ് ഒരു പർട്ടിക്കുലർ റിസോഴ്സിന് വരുമ്പോഴാണ് നമ്മളത് ബോട്ടിൽ നെക്ക് എന്ന് പറയുക. അപ്പോൾ ഇറ്റ് ഈസ് എ പോയിൻ്റ് ഓഫ് ദ സിസ്റ്റം വേർ ദ സ്പേസ് നാരോസ് ആൻഡ് ഫ്ലോ ഈസ് കൺസ്ട്രെയിൻ. നമ്മൾ ഈ ഒരു അടപ്പിൻ്റെ ആപ്പൊക്കെ വയ്ക്കാന്ന് പറയില്ലേ, ഒരു വെള്ളം പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു തടസ്സം വയ്ക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് അവിടെ ഒരു സ്പേസ് അങ്ങോട്ട് ചുരുങ്ങിയിട്ട് നമ്മൾ കംപ്ലീറ്റ് കൺസ്ട്രെയിൻഡ് ആവുന്നത്. ഇപ്പോൾ നമ്മൾ റോഡിൽ കൂടെയുള്ള ഒരു ട്രാഫിക്കാണ് എന്നെങ്കിൽ നമ്മളെന്താ പറയുക, ഇപ്പോൾ നമ്മളൊരു ഹൈവേയുടെ ടേംസിൽ തിങ്ക് ചെയ്യുകയാണെങ്കിൽ ട്രാഫിക് പ്രോബ്ലം ടിപ്പിക്കലി ഒക്കർ ചെയ്യുക ലെയിൻസിൻ്റെ എണ്ണം റെഡ്യൂസ് ചെയ്യുമ്പോഴല്ലേ. അതുവരെ നല്ല വീതിയിൽ പോകുമ്പോൾ വലിയ ട്രാഫിക് ഇല്ലാതെ 2 വരിയിൽ അങ്ങോട്ടും 2 വരിയിൽ ഇങ്ങോട്ടൊക്കെ പോകും. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ജംഗ്ഷൻ അങ്ങോട്ട് വരും. ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ ഒരു ഇടുങ്ങിയ വഴിയാണ് വരുന്നത്, ഒറ്റ ലൈനായിട്ടാണ് മാറുന്നതെങ്കിൽ പെട്ടെന്ന് അവിടുത്തെ ഫ്ലോ ഒന്ന് കുറയും. അപ്പം അതാണ് ഈ ആക്ച്വലി ഈ ബോട്ടിൽ നെക്ക് കപ്പാസിറ്റിയുടെ കാര്യത്തിൽ. അപ്പോൾ എന്ത് റിസോഴ്സസ് വേണമെങ്കിലും ബോട്ടിൽ നെക്സ് ആവാം. പക്ഷെ നമുക്കത് എന്താ പറയുക, അത് നമ്മളത് ഏത് ഇത് വേണമെങ്കിലും ബോട്ടിൽ നെക്ക് ആവാം. പക്ഷെ എന്നാലും നമുക്ക് പൊതുവിൽ ബോട്ടിൽ നെക്ക് റിസോഴ്സസും ബോട്ടിൽ നെക്ക് റിസോഴ്സസും ഉണ്ടാവാം. ഡിമാൻഡിനെക്കാട്ടിലും ഒരു റീസണബിൾ മാർജിനോട് കൂടി റിസോഴ്സസ് ഹൂസ് കപ്പാസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ഡിമാൻഡ് ബൈ എ റീസണബിൾ മാർജിൻ. ഒരു റീസണബിൾ മാർജിനോട് കൂടിയിട്ട് ഡിമാൻഡിനെക്കാട്ടിലും കപ്പാസിറ്റി കൂടുതലാണ് ഡിമാൻഡ് ആ ഒരു റിസോഴ്സിൻ്റെ ഡിമാൻഡിനെക്കാട്ടിലും എങ്കിൽ അത് നോൺ ബോട്ടിൽ നെക്സ് എന്നും, അങ്ങനെ അല്ലാതെ തിരിച്ചു വരുന്ന കേസിൽ അത് ബോട്ടിൽ നെക്സ് എന്നും പറയും.
അപ്പം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. വെറുതെ ആരും ഇങ്ങനെ ബോട്ടിൽ നെക്കുള്ള റിസോഴ്സസ് ഞാനാണെന്ന് പറഞ്ഞിട്ട് ഒരു റിസോഴ്സും നമ്മൾ ഒന്നോട് വന്ന് പറയില്ല. സോ നമുക്ക് യു വിൽ ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ബോട്ടിൽ നെക്ക്. സോ ഫോർകാസ്റ്റഡ് ഓർ ഹിസ്റ്റോറിക്കൽ പ്രോഡക്റ്റ് ഡിമാൻഡ് ആൻഡ് ടൈം, ആക്ടിവിറ്റി പെർഫോം ചെയ്യണ ടൈമിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമ്മൾക്ക് യു ഷുഡ് ബി ഇൻ എ പൊസിഷൻ ടു ഐഡൻറ്റിഫൈ ദ പോസിബിൾ ബോട്ടിൽ നെക്സ്. അപ്പം അത് അങ്ങനെ പല പ്രോഡക്ട്സും ഒരു വലിയൊരു പ്രോഡക്റ്റ് മിക്സ് ഈ ബോട്ടിൽ നെക്ക് റിസോഴ്സസ് തന്നെ മാറിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഷിഫ്റ്റിംഗ് ബോട്ടിൽ നെക്ക് പ്രോബ്ലം എന്നാണ് നമ്മൾ ഇതിന് പറയുക. ഈ ഒരു ആഴ്ച അല്ലെങ്കിൽ ഈ ഒരു മാസം ബോട്ടിൽ നെക്കാണെന്ന് നമ്മൾ വിചാരിച്ച റിസോഴ്സ് അല്ല തൊട്ടടുത്ത മാസം വരുമ്പോൾ. അപ്പോൾ അതൊരു തിയറി ഓഫ് കൺസ്ട്രെയിൻസ് ടെക്നിക്ക് വഴി എങ്ങനെ ബോട്ടിൽ നെക്കിനെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ആ ഒരു തിയറിയിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സിസ്റ്റം കൺസ്ട്രെയിൻസ് ഐഡൻറ്റിഫൈ ചെയ്യാം. നോ ഇംപ്രൂവ്മെൻറ്റ് ഈസ് പോസിബിൾ അൺലെസ് ദ കൺസ്ട്രെയിൻ ഓഫ് ദ വീക്കസ്റ്റ് ലിങ്ക് ഈസ് ഫൗണ്ട്. അതാണ് നമുക്ക് കാർഡടിച്ച് വെടിവെക്കുക എന്നുള്ള പരിപാടി പറ്റില്ല. എന്താണ് സിസ്റ്റത്തിൻ്റെ പരിമിതികൾ എന്ന് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അത് ഐഡൻറ്റിഫൈ ചെയ്യാതെ കണ്ട് നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റും പോസിബിൾ ആവില്ല. ഇനി എങ്ങനെ ഈ സിസ്റ്റം കൺസ്ട്രെയിൻറ്റിനെ ചൂഷണം ചെയ്യാം എന്ന് വെച്ചാൽ കൺസ്ട്രെയിൻറ്റിനെ എങ്ങനെ ഇഫക്റ്റീവ് ആസ് പോസിബിൾ ആക്കാം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. എന്നിട്ട് സബോർഡിനേറ്റ് എവറിത്തിങ് എൽസ് ടു ദാറ്റ് ഡിസിഷൻ. ആ ബോട്ടിൽ നെക്ക് റിസോഴ്സിൻ്റെ ഡിസിഷന് താഴെ ആയിട്ടേ മറ്റെന്ത് ഡിസിഷനും വരാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള അലൈൻ ചെയ്യുക എവറി അതർ പാർട്ട് ഓഫ് ദ സിസ്റ്റം ടു സപ്പോർട്ട് ദ കൺസ്ട്രെയിൻസ് ഈവൻ ഇഫ് ദിസ് റെഡ്യൂസസ് ദ എഫിഷ്യൻസി ഓഫ് എ നോൺ കൺസ്ട്രെയിൻ റിസോഴ്സ്. കൺസ്ട്രെയിൻ ആയിട്ടുള്ളൊരു റിസോഴ്സസ് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ ആ ഒരു റിസോഴ്സസിൻ്റെ അതിൻ്റെ താഴേക്ക് മറ്റ് ഡിസിഷനുകൾ സബോർഡിനേറ്റ് ചെയ്യുക. ഈവൻ അത് നോൺ റിസോഴ്സസിൻ്റെ എഫിഷ്യൻസീനെ കുറയ്ക്കുമെങ്കിൽ പോലും. ഇനി എലിവേറ്റ് ദ സിസ്റ്റം കൺസ്ട്രെയിൻറ്റ്. ഇഫ് ഔട്ട്പുട്ട് ഇസ് സ്റ്റിൽ ആഡിക്വേറ്റ് അക്വയർ മോർ ഓഫ് ദ റിസോഴ്സ്. അപ്പോൾ ആ കൺസ്ട്രെയിൻറ്റ് ആകാത്ത തരത്തിൽ മെല്ലെ മെല്ലെ ആ റിസോഴ്സസിനെ എലിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഇത് വീണ്ടും ഇത്രയും കഴിഞ്ഞാൽ യു ഗോ ബാക്ക് ടു സ്റ്റെപ്പ് 1. എന്നിട്ട് വീണ്ടും ഐഡൻറ്റിഫൈ ചെയ്യുക, സിസ്റ്റം കൺസ്ട്രെയിൻ നോക്കുക, ആൻഡ് ഇങ്ങനെ സോൾവ് ചെയ്യുക. ദെൻ യു സ്റ്റാർട്ട് ഇറ്റ് ഓവർ അഗെയിൻ. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഈ ബോട്ടിൽ നെക്സ് ഉണ്ടാവും എന്നുള്ളത് ശരിയാണ്. ചില റിസോഴ്സസുകൾ അത് മാൻ, മെഷീൻ, മെത്തേഡ്, മണി മാനേജ്മെൻറ്റ് എന്ത് വേണമെങ്കിലും ആവാം റിസോഴ്സ്. അത് നമുക്കുള്ള പ്രോഡക്റ്റിൻ്റെ ആ ഒരു ഡിമാൻഡിലും കുറവായിരിക്കും അത്തരം റിസോഴ്സസിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോഴാണ് അതൊരു ബോട്ടിൽ നെക്ക് ആവുക. അല്ലെങ്കിൽ അത് നോൺ ബോട്ടിൽ നെക്ക് റിസോഴ്സസ് ആണ്. ബോട്ടിൽ നെക്ക് റിസോഴ്സുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും അവയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും മറ്റെന്തൊരു ഡിസിഷനും ആ ഒരു ഡിസിഷന് സബോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മാത്രം എടുക്കാനും സിസ്റ്റം കൺസ്ട്രെയിനെ എലിവേറ്റ് ചെയ്യാനും ഈ പ്രോസസ്സുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയാലും മാത്രമേ കപ്പാസിറ്റി ആൻഡ് ബോട്ടിൽ നെക്സ് എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ടേക്ക് സ്മൂത്തായിട്ട് പോകുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഉള്ളൊരു ടോപ്പിക്കാണ് കപ്പാസിറ്റി റിക്വയർമെൻറ്റ് പ്ലാനിങ് അല്ലെങ്കിൽ CRP എന്ന് പറയുന്നത്. So this is the technique that allows business to plan ahead to determine how large their future inventory capacity needs to be in order to meet demand. നമ്മളിപ്പോൾ ഡിമാൻഡ് അറിഞ്ഞു പ്രോഡക്റ്റിൻ്റെ, പിന്നെ അതിനനുസരിച്ച് കപ്പാസിറ്റി ഡിസിഷൻസ് എടുത്തു, ഇത് മാച്ച് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതിൻ്റെ ഇടയിൽ ബോട്ടിൽ നെക്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അത്തരം റിസോഴ്സസിനോ കൺസ്ട്രെയിൻസിനോ കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ ചെയ്യുന്നത്. പക്ഷേ ഇത് കപ്പാസിറ്റി പ്ലാനിങ് ആണ്. പക്ഷേ കപ്പാസിറ്റി റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിമാൻഡ് സ്റ്റേബിൾ അല്ലാന്ന്. അപ്പോൾ എല്ലാ ഓർഗനൈസേഷനും ഒരു ഫ്യൂച്ചറിൽ അവരെത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടാവും. ആ ഒരു പൊസിഷൻ എത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് വേണം? അവർക്ക് കൂടുതൽ പ്രോഡക്റ്റ്സ് സെയിൽ ചെയ്യാൻ പറ്റണം. അങ്ങനെ കൂടുതൽ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസ് അവർക്ക് കപ്പാസിറ്റി വേണ്ടേ? സോ ഭാവിയിൽ വാട്ട് ഈസ് ദർ ഫ്യൂച്ചർ ഇൻവെൻട്രി കപ്പാസിറ്റി? നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് ഡിമാൻഡ് നാളെ കൂടുമെന്ന് പ്രഡിക്റ്റ് ചെയ്താൽ മാത്രമേ
ഇന്നേക്കേ നമുക്കത് റിസർവ് കപ്പാസിറ്റി എന്നുള്ള രൂപത്തിൽ സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഡിമാൻഡ് കപ്പാസിറ്റി കൂടണേൻ്റെ തലേ ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനോ പെട്ടെന്നൊരു അപ്പോൾ സൂക്ഷിച്ച് വെക്കുക. മറ്റ് റോ മെറ്റീരിയൽസ് ഒക്കെ സൂക്ഷിച്ച് വെക്കണ പോലെ തന്നെ യു ആർ സപ്പോസ്ഡ് ടു റിസർവായിട്ട് കപ്പാസിറ്റി വെക്കുക എന്നുള്ളത് ഫ്യൂച്ചർ നീഡിന്. അതിനാ കപ്പാസിറ്റി റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ്, മെഷറിംഗ് ആൻഡ് അഡ്ജസ്റ്റിംഗ് the limits or levels of production capacity based on the process of determining the amount of labor and machine resources required to accomplish the tasks of production. എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക, മെഷർ ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക ഇന്നത്തെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ ലിമിറ്റ് അല്ലെങ്കിൽ ലെവല്. എന്തിൻ്റെ ബേസിൽ? നമ്മുടെ കയ്യിലുള്ള ലേബറും നമ്മുടെ കയ്യിലുള്ള മെഷീനിൻ്റെയൊക്കെ ബേസിൽ. സോ ദാറ്റ് നമുക്ക് ടാസ്ക് സ്മൂത്തായിട്ട് അക്കംപ്ലിഷ് ചെയ്യാം. അപ്പം വളരെ ഒത്തിരി ഫ്യൂച്ചറിലേക്ക് ചിന്തിച്ചുകൊണ്ട് അന്ന് നമുക്ക് അത്ര ഡിമാൻഡാവും, അന്ന് നമുക്ക് അത്ര റിസോഴ്സസിൻ്റെ ആവശ്യം വരും എന്നുള്ള രീതിയിൽ വെരി ബിഗ് ഫ്യൂച്ചർ ഒത്തിരി ഫോർവേഡായിട്ട് ചിന്തിച്ചുകൊണ്ട് കപ്പാസിറ്റി പ്ലാനിങ് നടത്തുമ്പോൾ അത് കപ്പാസിറ്റി റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് നമ്മൾ പറയും. അല്ലാത്ത പക്ഷം അത് വെറുതെ കപ്പാസിറ്റി പ്ലാനിങ് തന്നെ ആയിരിക്കും. ഓക്കെ.